എന്തുകൊണ്ടാ അതിനൊക്കെ ബുദ്ധിമുട്ടായി പറ. എന്തുകൊണ്ടാ എന്റെ കല്യാണത്തിന് ഇതേപോലൊക്കെയുള്ള സ്ഥലത്ത് വന്നിരിക്കാൻ പറ്റിയില്ല. ഏവലിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പറഞ്ഞു വിടുക. ഇവിടെ പറഞ്ഞു വിട്ട് മൂന്നാറിൽ പറഞ്ഞു വിട്ട് ഒരു 10 ദിവസം ഇവിടെ താമസിക്കാനുള്ള സംവിധാനം ഒപ്പിച്ചു കൊടുക്കണം. എന്റെ പൊന്നെ, അവന് 18 വയസ്സായതേ ഉള്ളൂ. അവൻ ഇനി ആ വിവാഹവും സ്വപ്നം കണ്ടോണ്ട് നടക്കും. എങ്ങനെങ്കിലും അവൻ പഠിച്ചൊരു ജോലി അല്ല, പഠിച്ച് പാസ്സായി ജോലി കിട്ടി കഴിഞ്ഞുള്ള കാര്യമായി പറഞ്ഞ് അത് സ്വപ്നം കണ്ടോണ്ടിരിക്കും. എങ്ങനെങ്കിലും വിവാഹ ജീവിതത്തിലോട്ട് തള്ളി വിടണമെന്നുള്ള വിചാരമേ ഉള്ളല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഇതിനകത്തുനിന്ന് എങ്ങനെ താഴോട്ട് ഊരി പോവാന്നുള്ള വിചാരത്തിലിരിക്കുക ഇപ്പോഴത്തെ തലമുറ. എങ്ങനെ കൊണ്ട് കളഞ്ഞു വെച്ച് പോകണമെന്നുള്ള രീതി. അതെ, നമ്മള് അങ്ങനെ ചിന്തിക്കുന്നത് അത് സത്യമുണ്ട്. ഒരു തിരക്കേറിയ ബസ്സിനകത്തോട്ട് കയറി കഴിയുമ്പോഴേ നമുക്ക് എങ്ങനെങ്കിലും അതിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് തോന്നും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയ്ക്കും വലിയ സുഖകരമായ ഒരു സംഭവമൊന്നുമല്ല. ഈ കയറി കഴിഞ്ഞാൽ അന്ന് ഇറങ്ങി കിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്ത, ആ ഒരു വിചാരം എല്ലാവർക്കും. അതിന് ഉദാഹരണത്തിന് ഞാൻ പറയാം, ബുർജേരി ഇവിടെ മേളിൽ കയറിയിട്ട് എങ്ങനെ ഒരുപാടുമില്ല കണ്ടുപിടിക്കാൻ. അല്ല പറഞ്ഞാ കെട്ടിക്കത്തി പെണ്ണാണോ? പണ്ടൊക്കെ അപ്പനും അമ്മയ്ക്കും മക്കളുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് 10-18 വയസ്സാകുമ്പോഴത്തേനും എവിടെങ്കിലും കല്യാണം കഴിച്ചു. പറഞ്ഞു വിടണമെന്നുള്ള 18 വയസ്സ് ആഗ്രഹം ആ പണ്ടൊക്കെയുള്ള മാതാപിതാക്കൾക്ക്. അവര് പ്രായമായി വരുന്ന കൊച്ചുങ്ങളെ കെട്ടിക്കണം ചിന്തയാ. പണ്ട് 18 വയസ്സ് വരെയൊക്കെ നോക്കി 15 വയസ്സ് 16 വയസ്സ് 17 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും കെട്ടിച്ചു വിടും. ഇപ്പോഴുള്ള പിള്ളേർക്ക് കെട്ടിച്ചു വിട്ടില്ലെങ്കിലും പിള്ളേർ തന്നെ പറയുന്നതാ, കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ അവർക്ക് പഠിച്ച് ജോലി കിട്ടണം എന്നുള്ള ഒരു. ഇപ്പൊ അല്ലേലും അങ്ങനെ ട്രെൻഡിങ് ഒക്കെ മാറി. ഒന്നാമത് പെൺപിള്ളേർക്ക് കല്യാണം കഴിക്കണമെന്നില്ല. ഇപ്പം കല്യാണം കഴിക്കാതെ പോകാമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതും പോയിക്കൊണ്ടിരിക്കുന്ന കാലം. പഠിത്തമുണ്ട്, ജോലിയുണ്ട്, കാശുണ്ട്, സ്വന്തം കാലം നിൽക്കാറായി. പിന്നെ ഇപ്പൊ വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യം അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് അവര് ആ ഒരു ലൈഫിനെ പറ്റി ചിന്തിക്കുന്നില്ല. അവര് ഉണ്ടാക്കുന്ന കാശുകൊണ്ട് അവര് എൻജോയ് ചെയ്ത് ജീവിക്കുന്നു. അത്രേ ഉള്ളൂ. പിന്നെ ഒരു കെട്ടിച്ച് വിട്ട് കഴിഞ്ഞ് പിന്നെ അവിടെ ചെന്ന് കയറുന്നിടത്ത് ഇനി കാശുള്ള വീടായാലും കാശില്ലാത്ത വീടായാലും ഇപ്പൊ നമുക്ക് നിരന്തരം കേൾക്കുന്നത് മരണങ്ങളാകുന്നത്. അത് ചിലപ്പോ ആത്മഹത്യയാവാം, ചിലപ്പം പീഡനമാവാം, പല രീതിയിലാണ്. അല്ല ചേച്ചി, അങ്ങനെ ആ പെൺപിള്ളേരുടെ കാര്യം പറഞ്ഞെങ്കിൽ ഞാൻ ഒറ്റ കഴിഞ്ഞ ചോട്ടെ. സിമി, നിനക്ക് കല്യാണം കഴിച്ചതിന് നിന്റെ അനുഭവം വെച്ച് നീ ഒന്ന് പറഞ്ഞ സിമി. എന്റെ ദൈവമേ, പറയാതിരിക്കുന്നു. കഴിച്ചത് നല്ലതോ? അതെ ഇയാളുടെ അനുഭവം എന്ന് പറയാം. എന്റെ അനുഭവം ഞാൻ പറയണമെന്ന് വെച്ചാല്, ഏബലെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും തോന്നും പെട്ടെന്ന് ഈ പഠിത്തം നിർത്തിയിട്ട് പെട്ടെന്ന് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്നുള്ള ഒരു ചിന്ത വരും. കല്യാണം കഴിച്ചു കഴിയുമ്പോഴേ ഡാഡി പറഞ്ഞു കണക്ക് എങ്ങനെങ്കിലും ആ ബസ്സിനകത്തുനിന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ള ഒരു ചിന്ത. ഇപ്പൊ ഞാനൊരു ഭാരമായി പോയോന്നൊരു തോന്നലുണ്ടോ? ഭാരമാവും തന്നെയല്ല, നമ്മള് സുഖവും ദുഃഖവും എല്ലാം നമ്മള് കല്യാണം കഴിഞ്ഞുള്ള ജീവിതത്തിൽ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ ഏതിലുണ്ട്. അതെ, നമ്മുടെ അപ്പന്റെ അമ്മയുടെയും കൂടെ താമസിക്കുന്ന സമയത്ത് നമ്മളൊന്നും അറിയുന്നില്ല. ആ ഒരു കാലം ഇനി നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. അതാണ് നമ്മൾ എന്റെ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. അപ്പന്റെ അമ്മയുടെയും കൂടെ ജീവിക്കുന്ന കാലം, സ്കൂൾ ജീവിതം, കോളേജ് ജീവിതം, അതൊന്നും നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നല്ല. ഞാടെ ഭർത്താവ് പറഞ്ഞ കേട്ടോ, ബുർജ് ഖലീഫയുടെ മണ്ടയിൽ താഴെ തെന്നി വീഴുന്നയാന്ന്. ഞാൻ അവിടെ ഇരിക്കട്ടെ, അത് ഓർത്ത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഇത് വെക്കേഷന് വന്നതാണോ? ഇങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കാനല്ല വന്നത്. എവിടെങ്കിലും ഒന്ന് പോണമെന്ന് കറങ്ങാനായിട്ട്. മൂന്നാറിലുണ്ടല്ലോ. മനസ്സിലായില്ലേ? ഇതേ മൂന്നാറിലുണ്ടോ ഇല്ല എന്നുള്ളതല്ലേ പ്രശ്നം. ഞാൻ ഒരു നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം. കല്യാണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മുടെ ഈ തേൻവരിക്ക ചക്കയുണ്ട്, അതിന്റെ നല്ല മണവും നല്ല രുചിയും നല്ല മധുരവും തേൻ പോലുള്ള രുചിയാ. അതായത് ഈ എറുമ്പോഴുണ്ട് വാലവാലയാ പോന്നെ, അല്ല അവർ ഈ ഓർഡർ വിട്ടു പോകത്തില്ല. അന്നേരം ആദ്യം ഇപ്പോൾ ഈ മണം കേട്ടാ ഇവര് പോന്നെ, ചെന്ന് ഈ കഴിക്കുന്നവരാരും തിരിച്ചു വരുന്നില്ല. അങ്ങനെ അവസാനത്തെ ആളും ചെന്നു. പക്ഷെ അന്ന് ആ അവസാനത്തെ ആൾക്ക് മനസ്സിലായത് എന്തുവാ,
പോയവരൊന്നും തിരിച്ചു വന്നില്ല. എന്തുകൊണ്ടാ എന്തുകൊണ്ടാ ഏബലിനോട് ചോര് എന്തുകൊണ്ടാ അതിനൊക്കെ ബുദ്ധിമുട്ടായി പറ ആ പറ എന്തുകൊണ്ടാ ആ ഏത് വരിക ചക്കയും മധുരവും മണവും എല്ലാം ഉണ്ട്. പക്ഷെ എന്ത് വരുന്നത് ചക്കയായിരുന്നു. ചക്കയിലൊക്കെ ഉണ്ടായിരുന്നു. ആ ചക്കയുടെ കറ പറ്റി പിടിച്ചിരിക്കും. എന്താ പറയാഞ്ഞേ? നിനക്ക് പോയിട്ടില്ല അതുപോലെ അന്നേരം അതേപോലാണ് ഇപ്പൊ സമാധി. അതെ, മനസ്സിലായോ? അതേപോലാണ് ഇപ്പൊ സമാധി എന്നല്ല. നിങ്ങളെ രണ്ടുപേരെ ഇപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇപ്പൊ സമാധിയാക്കി. ചേച്ചി മൂന്നാറിന്റെ വിഷയം എടുത്തതുകൊണ്ട് കാര്യം ഞാൻ അതുകൊണ്ടാ തിരിച്ച് അങ്ങോട്ട് പോയി. ഞാൻ അതുകൊണ്ടാ ചക്കയിലേക്ക് പോയി. അതുകൊണ്ട് അളിയൻ എന്തിനാ സമാധി ആവുന്നത്? അളിയനെ മാത്രമല്ല, അളിയനെ സമാധിയാക്കിയല്ലേ.